അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് ഒരുപാട് സത്യങ്ങൾ എനിക്കും പറയാനുണ്ട്. കാരണം കഴിഞ്ഞ വ്ളോഗിൻ്റെ അടിയിൽ കുറച്ചൊന്നും കമൻറ്റുകളല്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച് എല്ലാവരും ചോദിച്ചിട്ടുള്ളത്. വളരെ എല്ലാവരും ഈ ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഈ നീല ടീഷർട്ട് മാത്രം 2 വ്ളോഗിൽ അടുപ്പിച്ചിട്ടു എന്നുള്ള ചോദ്യം എന്നെ എത്രത്തോളം ആണ് മാനസികമായി തളർത്തിയത് എന്നുള്ളത് ഞാൻ ഒന്നിൻ്റെ മുന്നിലും തളരലില്ല. പക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ, ഈ തിരുമ്പാത്ത ഷർട്ട് ഇട്ടു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒന്നിനും പറ്റാത്തവരാക്കി മാറ്റല്ലേ ഈ ആരാധകർ. അപ്പൊ എനിക്ക് പറയാൻ എന്താ വെച്ചാല്, കലാകാരന്മാർക്കിടയിലെ കൊലയാളിയായി മാറില്ലേ ഹനാൻസി എന്ന വ്യാജൻ കള്ളപ്പന്നി. അത് ആ ഓഡിയോ ഇവിടെയുള്ള ചങ്ങായി കേട്ടോ, കർളാകള് ചങ്ങായിയാണ്, ഓനാണ് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. ബാസിലിന്റെ നാട്ടുകാരനെ ബാസിലിന്റെ ടീമിന് അടി പോക്കാൻ വേണ്ടി ഉണ്ടാക്കണ ഓടിയുണ്ട്. അപ്പം ഇത് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് മുമ്പത്തെ വ്ളോഗിലും ഇട്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ ഇതാരതാണ് നിങ്ങൾ പറയൂ. ഇത് നിങ്ങൾ ഇങ്ങനെ ഇതാണോ? അതാണതാ 2XL. ഇതും 2XL ആണ്. നീച്ചുവിൻ്റെ ആണെന്ന് പറയും കുറെ ആൾക്കാർ. ഇതും 2XL ആണ്, ഇതും 2XL ആണ്. ഇതാ. അപ്പോൾ ഈ 2 ടീഷർട്ടുകളാണ് കഴിഞ്ഞ വ്ളോഗിൽ മാറി മാറി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ കളറിൽ ഇത് എന്താ വെച്ചാൽ ഡക്കത്തിലാണ് പോയി കഴിഞ്ഞാൽ തന്നെ എത്ര രൂപയുള്ളൂ? 299. ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ഷർട്ടുകളാണ് അത്. പക്ഷേ നമ്മളെ മേത്ത് ഉണ്ടെന്ന് തോന്നിപ്പിക്കാത്ത വിധം നമ്മളെ മേത്ത് ഒട്ടിക്കിടക്കുന്ന ഒരു ടീഷർട്ടാണ്. ഇജ്ജ് എങ്ങോട്ടാ പോണേ? അതിന് റൗണ്ടപ്പ് കൂടെ അല്ലേ പോണേ? ഷെഡ് വാങ്ങാൻ പോവാ ഇങ്ങനെ. അതല്ല ഇപ്പൊ ഒന്നുണ്ട്, അതല്ല പറഞ്ഞേ. നമ്മള് അവിടുന്ന് എന്തായാലും ഒന്ന് മാറ്റില്ലല്ലോ. അപ്പൊ ഉണ്ട് ഒന്നുകൂടി വേണ്ടേ? മറ്റേ പാന്റും ഷർട്ടും ബാഗും ഒക്കെ ഇവിടെ തന്നെ എടുത്തു. ഇപ്പൊ ഷെഡ് ഇവിടെ എടുക്കാൻ പറ്റില്ലല്ലോ. അത് ഷൂസ് ഇവിടുന്ന് എടുത്തു, പാന്റ് ഇവിടുന്ന് എടുത്തു, ടീഷർട്ട് നമ്മളെ ടീഷർട്ട് നമ്മളത് എടുത്തു, വേറൊരു ടീഷർട്ട് എടുത്തു. ഇനി ഒരു ഷെഡ് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ ഇട്ട് ഇടാൻ പറ്റില്ലല്ലോ. അതിലെന്താ അത് മാറ്റിയിടാൻ വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. ബാഗ് ആരതാ? ബൈക്കോ? നെബുന്റെ. പിന്നെ റൗണ്ടപ്പ് കൂടെ അല്ലേ പോണ കേട്ടോ. ഇങ്ങട്ടാ പോണേ. പോയി വേഗം പോര്. ഇങ്ങട്ടാണ് പോണടാ. അനക്കൊരു ഷെഡ് അല്ലേ? സമയമുണ്ട്. ഇതല്ല സമയമില്ല, എനിക്കറിയാം. എനിക്ക് എവിടെയാ അഡ്മിഷൻ വേണ്ടി? മാമ്പാട് കോളേജോ അല്ലെങ്കിൽ അമൽ കോളേജോ? ചേരുന്ന കോഴ്സ് BBA, ഫുൾ ഫോം ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. BA. അത് BA അല്ലേ? ബാച്ചലർ ഓഫ് ആർട്സ്. BA അല്ല, BB ആണ് എന്റെ കോഴ്സിന്റെ പേര്. അതിന്റെ ഫുൾ ഫോം എന്താ? ബേസിക് കറക്റ്റ് അറിയില്ല. എനിക്ക് സ്പോർട്സ് കോട്ട പോലും കിട്ടുന്നു. ബിസിനസിനെ കുറിച്ചുള്ള അറിവാണല്ലോ ഇപ്പം പറയാം. എടാ ഞയിലേജ് പോവാ. റബ്ബിലാലമീനാണ് അതിന്റെ വണ്ടി. എടാ ഇന്റെ വണ്ടി. എടാ കുരിപ്പേ ഒന്ന്. റബ്ബിലാലമീനായ നാദാ. ഇവനൊക്കെയാണ് മറ്റേ ഇത് പറയണത്. എന്താണ്? മൂച്ചിബിരാന്നുള്ള ടീമിൽ പെട്ട ടീമാട്ടോ അവനൊക്കെ. അപ്പം നമ്മളെ മാഷാ അല്ലാഹ് നമ്മളെ സുന്ദര കുട്ടൻ ഇതാ 4 ട്രിപ്പുകൾ കംപ്ലീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. നമ്മളെ സ്വന്തം അർബാനിയ. ഇപ്പം അടുത്തൊരു കല്യാണ ട്രിപ്പിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം പോയി വന്നു. അതുപോലെ തന്നെ പിന്നെ എന്തിനാ പോയത്? പിന്നെ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഊട്ടി ട്രിപ്പ്. ഒരു റിസോർട്ടിലത്തെ ആൾക്കാരെ മൊത്തം കോപ്പറേറ്റ്. അപ്പോൾ ഒരു മൊത്തം റിസോർട്ടിലെ ഫുൾ ടീം നമ്മളെ ഫ്രണ്ട്സ് തന്നെ ഇപ്പോൾ എടുത്ത് ഊട്ടിയിൽ പോയി വന്നു. അതുപോലെ തന്നെ വേറൊരു ട്രിപ്പ് വന്നു. അതുപോലെ തന്നെ ഒരു യാത്ര, ഒരു ടീമിൻ്റെ യാത്ര. അങ്ങനെ 4 ട്രിപ്പോ 3 ട്രിപ്പോ വന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് നമ്മൾ അർബാനിയ. നിങ്ങളുടെ എളിയ യാത്രകൾക്ക് വേണ്ടി സ്വീകരിക്കുന്നതിന്. ഒച്ച ഉണ്ടാക്കല്ലടാ. അപ്പോൾ എനിക്ക് പറയാനുള്ള നമ്മളിന്ന് അങ്ങനെ അർബാനിയ തിരിച്ച് കിട്ടിയിരിക്കുകയാണ്. ഫുള്ള് കേക്ക് കുട്ടപ്പനാക്കി. അമലേട്ടനാണ് നമ്മളെ ഡ്രൈവർ. അതാ കാണുന്നത്. അമലേട്ടൻ നമ്മളെ സൂപ്പർ ഡ്രൈവറാണ്. പോയവരും വന്നവരും ഒരേ സ്വരത്തിൽ പറയുന്നു, ഇതേത് ഡ്രൈവർ? ഇങ്ങനത്തെ ഒരു ഡ്രൈവറെ ഇനി കിട്ടുമോ? ദിസ് ഈസ് വൺ ആൻഡ് ഓൺലി പേസ്, സിംഗിൾ പേസ്, അമൽ ഏട്ടൻ. അപ്പോൾ അമലേട്ടൻ്റെ ഡ്രൈവിംഗ് സ്കില്ലാണ് എല്ലാവരും ഞങ്ങളോട് കൂടുതൽ പറയട്ടോ. അതായത് യാത്രക്കാരെ പിടിച്ചുലക്കാതെ, യാത്രക്കാർക്ക് തലവേദന വരാത്ത രീതിയിൽ യാത്രക്കാരുടെ ഒരു കാര്യങ്ങളിലും ഇടപെടാതെ ഒരു ഡ്രൈവറിൻ്റെ ഫുൾ ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ടാണ് അമലേട്ടൻ എന്ത് ചെയ്യാറുള്ളത്. വാസിലെ നമുക്കൊരു സാധനം വരുന്നുണ്ട്. മധേര പുഞ്ചൽ
അല്ല, ഫുഞ്ചൽ പോർച്ചുഗലില് ഒരു പവറിൽ വന്നേനി ഒന്നനക്കൊന്ന് എനിക്കും തരാറുണ്ട്. എന്താണ് ഗോൾഡൻ? പോർച്ചുഗലിന് CR7 ഒരു കോയിനാണിത്. അത് അവിടുത്തെ മ്യൂസിയത്തിൽ കിട്ടുന്നതാണ് ഇതാ ഈ സാധനം. ഓ ഇതൊക്കെ സാധനമൊക്കെ ഓർഡർ ചെയ്തു മദേരന്ന് വരും കേട്ടോ. അപ്പം മദേര തെരുവുകളിൽ നിന്നും ഇതാ റൊണാൾഡോ ആരാധകർ കണ്ടോളൂ. മദേര തെരുവുകളിൽ നിന്നും നമ്മളെ പോർച്ചുഗൽ. എടാ ഈ ഓഡിയോയും സത്യമാണ് വിചാരിക്കണ ആൾക്കാരുണ്ടടാ, മണ്ടന്മാര്. മറ്റേ കളിന്റെ അതായത് ഇതിലാദ്യം ചെയ്ത വീഡിയോ സർക്കാസാണ്, രണ്ടാമത്തെ ചെയ്ത വീഡിയോ ഡബിൾ സർക്കാസാണ്. അതായത് ആദ്യം ചെയ്തവനും ഇതൊക്കെ ചാമ്പാൻ വേണ്ടി ചെയ്യണാണ് ഈ പോർച്ചുഗൽ ഫാൻസിനെ. അപ്പൊ ആകെ ഒരു 10 രൂപ ആളുള്ള പോലെ എന്തിനാണ് നിങ്ങൾ ചാമ്പണത്? എന്ത് മൂപ്പര നമ്പർ ഇതിൽ കണ്ടിട്ടുണ്ടാവൂലേ? ഇല്ലല്ലേ, ഞാൻ ഫോട്ടോ എടുത്തില്ലേ? എങ്ങനെയുണ്ട് സാധനം? ഓ ഇതൊക്കെ CR7 മ്യൂസിയത്തിൽ നിന്നും ഡയറക്റ്റ് ഇറക്കുമതി ചെയ്ത ഗോൾഡൻ 8 പവന്റെ സ്വർണം. മാലയൊക്കെ ഇടണോ? വേൾഡ് കപ്പ് ഇത് നല്ല വിലയുടെ തോന്നുന്നുണ്ട്. ഒന്നരക്കൊന്നും എനിക്കും തരാറില്ല. എന്താ ചെയ്യാ? അപ്പൊ പോർച്ചുഗീസ് ആരാധകർക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യും? ഞാൻ ചിലപ്പോൾ ഗീവ് അവേ ചെയ്യും അതൊക്കെ. അപ്പൊ നമ്മളെ എടാ കേൻസേ ആ ഹൈക്കിൻസിന്റെ പേജ് ഒന്നും എടുത്താ. ഹൈക്കിൻസിന്റെ ചെക്കന്മാർ ഓരോരുത്തരായി കയറി തുടങ്ങുകയാണ്. നമ്മളിന്ന് അഭേദ്യം കാത്തിരുന്ന, അതായത് കുറച്ച് ദിവസമായിട്ട് നമ്മള് നിൽക്കാതെ കാത്തിരിക്കണം ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്. അന്നൊന്നും വിളിക്കുന്നുണ്ട്, റെഡി ആവണില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവർക്ക് കൂടുതൽ സമയം കൊടുത്താൽ ഇവർ ആലോചിക്കുകയാണ്. ബാസിലൊക്കെ ചിന്തിക്കണം, ഇനി പെണ്ണുങ്ങളെ പരിക്കൊന്ന് പോയാലോ, അല്ലെങ്കിൽ ഓലൊന്നും അവിടെ കൊണ്ടാക്കിയിട്ട് ഒന്നും ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് ഒന്ന് വന്നാലോ. അപ്പം വെറുതെ ചിന്തിക്കാനുള്ളൊരു സമയം കൊടുക്കുമ്പോൾ കൂടുതൽ ചിന്തിക്കണം. അപ്പോൾ ഈ അച്ഛനൊക്കെ ഒന്ന് സമയം കിട്ടാതാക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛനൊക്കെ സമയം കിട്ടിയാണല്ലോ വേഗം പെണ്ണുങ്ങളെ വരെ പോവാ തിരിച്ചു വരിക, പെണ്ണുങ്ങളെ വരെ പോവാ തിരിച്ചു വരിക. പക്ഷെ സ്നേഹിക്കണ പുതിയ അപ്പളമാരാണ് എല്ലാവരും, മാഷാഅല്ലാഹ് നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും. പക്ഷെ നമ്മളോടുള്ളൊരു സ്നേഹം കുറച്ച് കുറയുണ്ട്. അപ്പം അതിപ്പോൾ ആൾക്കാർ അറിഞ്ഞല്ലോ. അപ്പൊ നമ്മളെ കൂട്ടത്തില് ഡെയിലി ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളിപ്പോ പുതിയ അക്കൗണ്ട് നമ്പർ ഇപ്പൊ അടുത്ത് വിടും. കാരണം QR കോഡ് ഇന്നാള് 210 എന്താ മേത്ത് അപ്പൊ WWE നമ്മളെ കൂട്ടത്തില് WWE ബെൽറ്റ് കിട്ടിയ ഒരാളെ നമ്മളെ കൂട്ടത്തിലുള്ളൂ. അത് നബീലണ്ണനാണ് കേട്ടോ. അസർ കൊടുത്ത ബെൽറ്റാണ്. അപ്പൊ എന്താ വെച്ചാല് സീരിയസ് പണിയാണ് ഊരക്ക്. റിസോർട്ടുകൾക്കൊന്നും പോകരുത്, പൂളിൽ പോയി ചാടരുത് എന്നൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇതിനു വേണ്ടി പുറപ്പെടുന്ന ടൈറ്റാക്കി കെട്ടണ്ട ചങ്ങായി, ഫുൾ ടൈം കെട്ടണ്ടല്ലോ. ഹൈ അവിടെ കൊട്ടാൻ പാടില്ല കേട്ടോ ഊരമ്മേ. നബീലിന് ആ ഒരു പ്രശ്നം കണ്ട ചില സംഭവം പറ്റല്ലേ പറ്റി. ഫിസിയോതെറാപ്പി എന്ത് ചെയ്യാ, ഈ സെന്ററുകളിൽ പോയി ചെയ്യിപ്പിക്കുക. അതേപോലെ കൊണ്ടൊക്കെയാണ് ചെയ്യിപ്പിക്കണത്. അനധികൃതമായ നബീൽ ഇവിടെ എന്താ അനധികൃതമായി ഫിസിയോതെറാപ്പി ചെയ്യിപ്പിക്കുന്ന വ്യാജനാണ് നബീല്. നബീലെ ഇത് ഒന്ന് വിടവാ. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കണേ, അല്ലല്ല ഞാൻ ചോദിക്കണേ, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഷൂ എടുത്തത്? ഗോൾഡ് സ്റ്റാറിന്റെ മാറ്റി എടുത്തത്. ഞങ്ങളവിടെ ഷൂ എടുത്തോ, ഞങ്ങളൊന്നും എടുക്കാൻ നടക്കാം. ഞങ്ങൾ എന്റെ അടുത്തൊന്നും എടുക്കാന്നാല് അല്ലേ ഓടുക്കാൻ നോക്കണൊക്കെ ഞങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തിനാ ഇവിടെ ഒന്നും എടുക്കണേ? ഞാൻ എന്റെ അടുത്ത് നമ്മളെ നാട്ടുകാരനാ. ശശി മാറി സോമം എടുത്ത പോലെ. എനിക്കിപ്പോ ഇതിന്റെ ഒരു ഗുട്ടൻസ് മനസ്സിലാവണില്ല. അവിടെ എത്ര നല്ല ഇങ്ങനത്തെ ഷൂ ഷൂ എടുത്തോ, എന്ത് ഷൂ? അപ്പം ജിമ്മിനി ഹൈറ്റിൽ ഓടിച്ചിട്ടേ ഇപ്പൊ ഹൈറ്റിൽ ഇങ്ങനെ നടക്കണം. അതാണ് പോയിന്റ് കുഴപ്പം. അപ്പോൾ ഇതാ നിങ്ങൾ ട്രിപ്പ് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. പിന്നെ നമ്മൾ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, അതിനുള്ളൊരു നേരം കിട്ടിയില്ല. എന്തെങ്കിലുമൊക്കെ പ്ലാനാണ് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ട്രിപ്പ് കാര്യങ്ങൾ പോകേണ്ടതുണ്ടെങ്കിൽ ഇതാ മേലെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ നമ്മളെ ഡ്രൈവറിനെ കണക്ട് ചെയ്യാൻ പറ്റും. ദയവ് ചെയ്ത് ഇതിൽ അനാൻസ് ഉണ്ടോ ചോദിച്ച് വിളിക്കരുത്. കാരണം അനാൻസിൻ്റെ നമ്പർ അല്ലത്, ഇത് ഡ്രൈവറുടെ നമ്പറാണ്. അപ്പം നമുക്ക് ഡ്രൈവറുടെ ഒരു എൻക്വയറി ടീം നോക്കണ നമ്പറാണ്. അപ്പോൾ എന്തായാലും ഇതിൽ ട്രിപ്പിൻ്റെ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ അന്വേഷിക്കാം.
അവിടെ വെച്ചോ എടുക്ക അടക്ക് 77 ഇങ്ങോട്ടാക്കാം 777 അത് കാണിച്ചാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം എന്നിട്ടാ ആദ്യം കളി റബ്ബർ തോന്നുന്നു ഇങ്ങോട്ടേക്ക് അങ്ങനെ ആക്കടോ മതി ഇതാ നമ്പർ ഇതിലുണ്ട് 777-000-8726 എന്നുള്ള നമ്പർക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അർബാനിൻ്റെ ബുക്കിംഗ് റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഫാമിലിൻ്റെ കൂടെ യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യവും നമ്മളെ വാഹനത്തിലുണ്ട്. അപ്പോൾ നമ്മളിന്ന് നഖം വെട്ടാൻ എന്നൊക്കെ പറ്റണോ എന്തൊരു ഒസ്വാസാണ് എനക്കൊക്കെ ഈ ഷൂസ് ഇടുന്ന എനക്ക് ഇതിനെ നഖം വെട്ടേണ്ട ആവശ്യം. ആരാണ് എന്റെ നഖം നോക്കണേ? വയനാട് റൂട്ടില് താമരശ്ശേരി ചുരത്തും എന്റെ നഖം ഇല്ല അടിച്ച ഊരിയും പോവും. കളിക്കണുണ്ടാവൂല. ഇന്ന് കളിയിടണ്ട, കളീൻ്റെ അന്ന് കളിയിട്ടാ മതി. ഇന്നെന്താ വേണ്ടി രാത്രി? ചിക്കൻ ചുട്ടത് SB പറയും. ചിക്കൻ ചൂടാ മസാല ആരുണ്ടാക്കും? എന്ത് മുടിയ ടീരാവും. ഞാൻ ചബ്ബി ചിക്സ് ആയിട്ടാവും. അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ പുറപ്പെടുകയാണ്. കലാകാരന്മാർക്കിടയിലെ കൊലയാളിയായി മാറുകയല്ലേ ഹനാൻസ് എന്ന വ്യാജൻ. രണ്ടും തിരുമ്പേനാ, ഒന്ന് മതി ഇതിന്റെ. അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങൾ ഈച്ചോ എല്ലാം പൂട്ടിക്കണോ എടുത്ത് വെച്ചിക്കണോ ഒക്കെ ശ്രദ്ധിച്ചിക്കണോ? നോക്കിക്കണോ? പൂട്ടിക്കണോ എടുത്ത് വെച്ചിക്കണോ എന്നൊക്കെ ശ്രദ്ധിച്ചിക്കണോ? ഉപ്പച്ചിനോട് പറയണ്ടേ? പെട്ടെന്ന് പോണതായോണ്ട് ഒന്ന് വിളിച്ചു തരണേ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. എടാ കലാകാരന്മാർക്കിടയിലെ കൊലയാളി ആവുകയല്ലേ. സൊഫാനിക്ക് കേട്ടോ, സൊഫാനിക്ക് വീട് പണിയൊക്കെ പൂർത്തിയാക്കി. നമ്മളെ തൊട്ടപ്പുറത്ത് തന്നെയാണ് സൊഫാനിക്ക് നിൽക്കുന്നത് കേട്ടോ. പോയരാ. ഓ ലോങ് ടൈം മാൻ. അമലേട്ടാ നമ്മളെ മഞ്ഞലൈറ്റ് ഇടൂ. സുഹൃത്തുക്കളെ അങ്ങനെ ഒരുപാടായി നമ്മൾ ഈ ഒരു ഫ്രെയിമിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കണ്ടിട്ട്. എന്നാലും ആളുകൾ കമ്മിയാണ്. ഇതിൽ പോകാനുള്ള ആളൊന്നുമില്ല. പക്ഷെ ഇതിൽ പോണ സുഖം അത് വേറെ തന്നെ. ഞാൻ മാറിക്കാം. അപ്പൊ നമ്മളെ ട്രിപ്പിന്റെ അമീർ നമ്മളെ കാക്ക, നമ്മള് മൂത്താപ്പ, ഇളയ മൂത്താപ്പ അവിടെ ഉണ്ട്. ചെറിയ മൂത്താപ്പയാണ് കണക്ക് കാര്യങ്ങൾ വയ്യൊക്കെ നോക്കണം. നമ്മളെ മൂത്താപ്പയാണ്. മൂത്താപ്പ കഴിഞ്ഞ പ്രാവശ്യം വയ്യാക്കി ഓർമ്മല്ലേ? ഇത് ഇതിലേനി ഈ ഹെഡ് റെസ്റ്റ് ആമലേട്ടാ. അല്ല നമ്മള് ഇതിന്റെ സാധനത്തിന്റെ ഇത് എടുത്തിട്ടില്ലേ? നോക്കട്ടെ വേറെ ഏതെങ്കിലും മൈക്കിന്റെ. അല്ല വെയിറ്റ് ആക്കിട്ട് എന്റെ കറുപ്പ് ബാഗ് എവിടെ? കറുപ്പ് ബാഗ് ആരെടുത്ത്? അല്ല കറുപ്പ് ബാഗ് അല്ലടാ, എന്റെ കറുപ്പ് കീസ് എടുത്തീനോ എവിടെ? കൊണ്ട ആയിട്ടില്ല. എന്താ കടല? അല്ല കടല വേറെ പൊട്ടിച്ചാത്ത പാക്കറ്റ് ഉണ്ടായി. ഇല്ല പൊട്ടിച്ചാത്ത പാക്കറ്റ് അല്ല. ഞാൻ ഇപ്പൊ പൊട്ടിച്ചാത്ത കടല
ആ വേറൊന്നുമല്ലോ ആ കടലുണ്ട്, മൈക്കുണ്ട്, ഹാൻഡ് ബാഗും ഉണ്ട്. സാധാരണ ട്രിപ്പിന് പോയി ഇങ്ങനെ വൈറ്റ് ഫോൺ ഇതിലുണ്ട്. ജിമ്മി ഇരുന്നോ, അവിടെ ഇരുന്നോ? നീലല്ലേ ഫോണോ? ഓ ഒന്ന് എടുക്കിച്ചോ. ഇനിയും ട്രിപ്പും പൈസ കിട്ടി പോരാണ്. പണ്ടത്തെ 2 ഫോണൊക്കെയാണ്. അപ്പൊ സുഹൃത്തുക്കളെ ഈ ഉള്ളത് പറയാലോ. അപ്പം വർക്കൊന്നും അങ്ങനെ ഇല്ലാത്തൊരു മാസാണ്. അപ്പൊ മറ്റുള്ളവരൊക്കെ അർബാനിയെ ബുക്ക് ചെയ്ത് സഹായിക്കണം. നമ്മളറിയാം, നമ്മൾ ഉള്ളിലൊന്നും എടുത്തോക്കൂല വാസിലെ. ഉള്ള അവസ്ഥ ഉള്ള മാതിരി പറയും. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയുന്ന ഒരു ടീമാണ് നമ്മളെ ടീം. പാവം പിടിച്ച ടീമാണ്. ഇപ്പൊ നബീലിനെ കണ്ടില്ല, നബീലിനെ പിടിച്ചെടുത്തണ യന്ത്രം വരെ ഊരി എറിഞ്ഞു. എങ്ങനെ അല്ലല്ല ഒന്നുമില്ല. അഫി എന്താ ഒരു പോയിന്റ് പറഞ്ഞ ഇന്ന് രാത്രി നമ്മളെ കളി ഉണ്ട് കേട്ടോ. അന്ന് എല്ലാരും ലൈവ് കാണുമല്ലോ. പോർച്ചുഗൽ വാസസ് നൈജീരിയ 1:15. വേറെ ആയിരുന്നു അവസാനമായിട്ട് ഓനോട് ഇനി ബസ് കയറി വരാൻ പറയും. ഓൻ ഈ മൂട്ടിക്ക് വന്നിട്ട് അല്ല ഈ ഫോൺ മാത്രമേ ഉള്ളൂ. പിന്നെ വെള്ളക്കുപ്പിന്റെ എടുത്തിനാരല്ലോ, വലിയ വെള്ളക്കുപ്പി. ആ അപ്പൊ എല്ലാ സാധനങ്ങളും എടുത്തു. നമ്മളെ ചെക്കന്മാരെ വാഹനങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടേ കേട്ടോ. ഓനോട് താമരശ്ശേരിക്ക് വരാൻ പറയും. അതാകുമ്പോ അവിടുന്ന് വണ്ടി 2-3 ദിവസമായി, കുറച്ച് ദിവസമായി കണ്ടിട്ട്. ഇല്ല വണ്ടി കണ്ടിട്ട് 2-3 ദിവസമായി, 2-3 ദിവസം ലൈലറായി. 2-3 ആഴ്ചയായി. 3-4 ട്രിപ്പ് പോയി. നമ്മള് തിരുവനന്തപുരം ട്രിപ്പ് പോയി, ഊട്ടി ട്രിപ്പ് പോയി. അപ്പൊ ഇനിയൊരു കല്യാണ ട്രിപ്പ് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അന്ന് വണ്ടി ആവശ്യം വരും. അപ്പൊ അത് പലരും പെണ്ണുങ്ങളെ ഡ്രസ്സിന്റെ അളവെടുക്കുന്നൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞു. പെൺകുട്ടികളും പല ഡ്രസ്സുകളും അളവെടുക്കുന്നുണ്ട്. നിങ്ങളുടെ തൊളി അളവ് എനിക്കൊല്ല അടിച്ചു തരും. അല്ല മറ്റത് അടിക്കേണ്ടി വരും. അല്ല ഞാൻ ഡ്രസ് കോഡ് ഇടേ. ഈ ലൈറ്റ് ഇടാ. വേറെ കാണണമെങ്കിൽ വേറെ ഡ്രസ് ഇടണം. അപ്പൊ ഇതാണ് നമ്മളെ എളിയ വീട് കേട്ടോ. മാഷാ അല്ലാ ഭയങ്കര സന്തോഷമുള്ള സ്ഥലമാട്ടത്. സംഭവം ഒരുപാട് അല്ലേ അഫിയെ? ഒരുപാട് ഏരിയ പരിപാടികളില്ലല്ലോ, ഒരുപാട് വലിയ വീട്. ഇത് ഇവിടുന്ന് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് വലിയ വീടായിട്ട് തോന്നും. പക്ഷെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റത്തെ റൂം. ഈ ഇവിടുത്തതാണ് ഫസ്റ്റത്തെ റൂം. ആ ലെഫ്റ്റത്തതാണ് അടുക്കള. അതായത് ഒരാൾക്ക് കേറണമെന്നുണ്ടെങ്കിൽ ഈ വഴി കയറി തുറന്നിട്ട് പിന്നെ ആ വഴി കയറിയാൽ പറഞ്ഞത്. ഇത് ഇങ്ങനെ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു ഞാൻ ചെറിയൊരു വീടാണ്. അല്ല ചെറിയൊരു വീടാണെന്ന് പറഞ്ഞപ്പോ ഇല്ല, വീട്ടിലിപ്പോ ചീമ്പടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അയ്യോ ആ അപ്പം ആകെ ടെൻഷനായല്ലോ. അപ്പൊ നമ്മളെ വീട് ഇതല്ല. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യും. ഈ കോമ്പൗണ്ടിനുള്ളിൽ 16 വീടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം ഏതാണ് നമ്മളെ വീട് എന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരേണ്ടതാണ്. പക്ഷെ സൂപ്പർ സ്ഥലമാണ് കേട്ടോ. അതായത് ഹൈലൈറ്റ് മാള് വരാനുള്ള മാളിന്റെ അതിലങ്ങനെ നേരെ പോയി കഴിഞ്ഞാല് നമ്മളെ മമ്പാട് ടാണ ഭാഗമൊക്കെ കഴിഞ്ഞ് എടവണ്ണ അരീക്കോട് കൊണ്ടോട്ടി നമ്മളെ ഇതില്ലേ മറ്റേ കല്യാണം നടക്കണ ഇതിന്റെ പേരെന്താടാ? കൺവെൻഷൻ സെന്ററിന്റെ അതിലെ പോയി ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇവിടെ എത്താൻ പറ്റുക. നമ്മള് ജിമ്മത്തെ ആൾക്കാരാണേ.
ഉള്ളിൽ കാണൂലേ ഓൽക്ക് ഇങ്ങോട്ട് കാണണ്ട. കാണിച്ചു കൊടുക്കും, ഓലെ കാണിച്ചു കൊടുക്കും. ഇത് നമ്മളെ ജിമ്മത്തെ ആൾക്കാരുണ്ടോ, പക്ഷെ ഓൽക്ക് ഇങ്ങോട്ട് കാണുന്നുണ്ട് തോന്നില്ല. മനസ്സിലായില്ല അല്ല വാഗമൺ വ്യാഗമൺ കൊറേ ആൾക്കാരുണ്ടല്ലോ. നമ്മളെ ജിമ്മത്തേട്ടനാ. ഉള്ളിൽ തീരെ കാണാനല്ലേ. അതാണ് നമ്മളെ വണ്ടിന്റെ ഒരു പ്രൈവസി. ദുൽഖറിന്റെ വാഹനങ്ങളുടെ കാരവാന്റെ ഉള്ളത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പറയാൻ പാടില്ല. പുറത്തേക്ക് കാണോ? ഓ അല്ലേ ഇപ്പൊ പുറത്തേക്കാണ് കണ്ടിട്ട് ദുൽഖറിന്റെ ഒക്കെ വണ്ടി എങ്ങനെയും കാണൂല. അതിപ്പോ ഇജ്ജ് പറഞ്ഞിട്ടാണോ? എസ്പിക്ക് ഞങ്ങളെ ദുൽഖറിന്റെ വണ്ടി അങ്ങനെ പുറത്തേക്ക് കാണൂലെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെ ബോസാട്ടോ, നമുക്ക് അത്രയും നബീല് സെക്യൂരിറ്റിമാരൊന്നും ട്രീറ്റ് ചെയ്യില്ല. ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കും സെക്യൂരിറ്റിക്ക്. സത്യം എന്ന് വെച്ചാല് കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ആവശ്യമല്ല. അപ്പൊ ഇവിടേക്ക് എന്താ വെച്ചാല് ഈ പ്രോപ്പർട്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാല് അവിടെ വീടുള്ളവർക്ക് മാത്രമേ അതിനുള്ളിൽ എൻട്രി ഉള്ളൂ. അത് കാര്യമാണ്. ഇതുവരെ പറഞ്ഞതൊക്കെ കോമഡി കാര്യം. കാർഡ് വെച്ച് കയറണ്ടേ? ആ കാർഡ്. നമ്മളെ കാർഡ് എവിടെ? ഇപ്പച്ചിനെടുത്താണോ? അപ്പൊ എല്ലാരും ഇപ്പച്ചിന്റെ നമ്പറാണ്ട് ഒപ്പിച്ചു. ഇപ്പച്ചി കാർഡ്. അപ്പൊ നമ്മളിന്ന് എങ്ങോട്ടാ പോണേ സ്പീക്കേ? തീരുമാനമായോ ശരിക്കും? ഇല്ല, ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചു. ഊട്ടി പോണോ അല്ലെ ഇങ്ങോട്ട് പോണോ തീരുമാനിക്കാം. ഊട്ടിക്ക് പോകാനുള്ള പെർമിറ്റ് ഒന്നും ഇപ്പൊ എടുത്തിട്ടില്ല. നമ്മളത് ആദ്യം ഓൺലൈനിൽ അടിച്ചെടുക്കണേ. അല്ല, നമ്മള് താമരശ്ശേരി വഴിയാ പോണത്. താമരശ്ശേരി ഇന്ന് ബ്ലോക്ക് ഇല്ല. അത് ശരി. ഇപ്പൊ ഈ ഊട്ടിൽ വന്നിട്ടാ ഊട്ടി. ഇതൊക്കെ ഒരാഴ്ച മുന്നേ പ്ലാനല്ല. ഓക്കെ, അച്ഛനോട് എപ്പോഴാണ് ഞാൻ ട്രിപ്പ് ഉണ്ട് പറഞ്ഞത്? ഇന്ന് രാവിലെ ഇന്നൊരു 11:30 അച്ഛനോട് പറഞ്ഞേ ഇജ്ജ് വരുന്നുണ്ടോ ചോദിച്ചു. അല്ല അച്ചു എന്ത് അപ്പൊ കാര്യത്തില്ല. അല്ല ട്രിപ്പോ എന്നാ ഒരു മണി വരെ കാത്തു ചോദിച്ചു. അപ്പൊ ചുറപ്പിന് എന്തായാലും നീണ്ട് 1 മണിയാവുന്ന. എല്ലാവരും 1 മണി വരെ കാത്തുനിന്ന് അങ്ങനെ അച്ഛന് കയറിയിട്ട്. അപ്പൊ ഓഫീസിൽ ഇറങ്ങിയ വേഷത്തിലാണ് അച്ചു വന്നിരിക്കണത്. വേഷം മാറാനുള്ള ഒരു സമയം പോലും കിട്ടിയിട്ടില്ല. പക്ഷെ എൻജോയ് ചെയ്യാം. ഇന്ന് ഇവലൊക്കെ എവിടെ? റിനാനുണ്ട്. പിന്നെ ആരല്ലേ? മറ്റോലൊക്കെ ഓരോ യാത്രകളിലല്ലേ. മാപ്പാന്റെ ഒപ്പാണല്ലേ? സന്യാസത്തിലാ? എവിടെയാണ്? മംഗലാപുരത്ത് എന്താ സന്യാസം? യാത്രകൾ അതൊരു അച്ഛന്റെ മേത്തേക്കാണ് എല്ലാം വരുന്നത്. അപ്പൊ നമ്മളിപ്പോ അമ്പലപ്പടി കഴിഞ്ഞു വണ്ടൂര്. പോയത് അങ്ങോട്ട് തിരിച്ചണ്ട. അപ്പൊ അമ്പലപ്പടി കറക്റ്റ് മനസ്സിലാവും. അങ്ങട്ടെ ഞങ്ങളെന്തായാലും ഇവിടുന്ന് പോവുകയാണ്. ഞങ്ങള് പോയിട്ട് വന്നിട്ട് കാണാം. അപ്പൊ ദാ റിനാനി അങ്ങനെ തിരിക്കുന്നു കേട്ടോ. എന്താ വാങ്ങിയടാ? ലൈറ്റ് ഇട്. നോക്കട്ടെ, ഉള്ളിലിടണ ചെരുപ്പോ? നോട്ടെ, ചെരുപ്പ് ഉള്ളിലുള്ള തുടങ്ങിയ ആൾക്കാര്. എന്താ വാങ്ങി? ഇപ്പൊ വാങ്ങിയതാണ്. അപ്പൊ ഇതാ ഉസ്മാൻ ചോപ്പ് കളറിലൊരു ചെരുപ്പ് റിനാൻ ഇപ്പാണ് വാങ്ങിയിട്ടുള്ളൂ. എവിടെന്നും കാണും. ടൗസർ നോക്കട്ടെ. അപ്പതാ
ഞാൻ വന്ന ഇതാ സുഹൃത്തുക്കളെ, രമേശിന്റെ കടയിൽ നിന്നാണ് മേടിച്ചേ. അപ്പൊ ഇതാ സുഹൃത്തുക്കളെ, അടക്ക് സൽമാനെ വെല്ലിപ്പൊടുത്തു വെല്ലിപ്പ എക്ക് ചിക്കും വെല്ലിപ്പ എക്ക് ചിക്കും. അപ്പൊ ഒരേ കടയിന്ന് ഒരേ പോലത്തെ ചെരുപ്പ് 2 വെച്ച് വാങ്ങിയിരിക്കുന്നു. ഇതാ റിനാനും കെൻസും മാറിയിട്ട് എഴുതിട്ടോ. എന്റെ സൈസ് എത്ര? എന്റെ 12 10 എന്താ സൈസ്? 10 എന്റെതോ 8 മാറരുത് കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മള് റിഫ്രഷ്മെന്റ്സ് ഒക്കെ കഴിച്ച് പോവുകയാണ്. റിഫ്രഷ്മെന്റിന് വേണ്ടിട്ട് SBക്ക് ഒരു മുട്ട പഫ്സും, DQ ആവുമ്പം സാലഡ്, അവക്കാഡോ സാലഡ്, ക്യാപ്പുച്ചീനോ അല്ലെങ്കിൽ ഷുഗർലെസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് DQ യൂസ് ചെയ്യുക. SBക്ക് ഒരു സവണപ്പും ഒരു മുട്ട പഫ്സും ഒരു കട്ട്ലറ്റും ഒരു നെയ്യപ്പം, ഒരു ഉണ്ണിയപ്പം, ഒരു കണ്ണൂരപ്പം, ചിക്കൻ റോൾ എന്ത് ചെയ്തു തിന്ന് റിഫ്രഷ് ചെയ്തു. അപ്പൊ SBKന്റെ പുതിയ ആൽബം വരുന്നുണ്ട്. അതിനെ കുറിച്ച് 2 വാക്ക് SBK. ഒരു മാസം സ്പിത്തിയിലൊക്കെ നമ്മള് കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് ഒരു മാസം സ്പിത്തിയിലാണ് നമ്മള് സ്പിത്തിയിലാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതിന്റെ ബാലൻസ് ഷൂട്ട് 2 ദിവസം നാട്ടിലുണ്ട്. അപ്പോ അപ്പൊ അതാണ് നമ്മൾ അടുത്ത ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ്. ഒരു വർഷമായിട്ട് 1.5 വർഷമായിട്ട് മുന്നേ ഉള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇതിൽ കയറാൻ ട്രാക്ക് കയറാൻ സമയം. അപ്പൊ അതിലിപ്പോ എനിക്ക് റോൾ ഉണ്ടോ അല്ലേ? ഈ റഫറി ലെഫ്രിയോ ലെഫ്രി നോക്കാം, മൈക്കില് നോക്കാം നമുക്ക്. SBക്ക് കോട്ടക്കലാരനാണ് ജി ലെഫ്രി അറിഞ്ഞു. പിന്നെ ആലോചിച്ചു ഞാൻ ദുൽഖറിന്റെ നിങ്ങൾ റഫറി, നിങ്ങൾ അതിന് ഉചിതമാണ്. അടുത്തത് മറ്റേ പടത്തിൽ കാണിച്ചു കൊടുക്കൂലേ, അതിന് ഉചിതമായ ആൾ നീയാണ്. അതേപോലെ ഉണ്ടോ. അപ്പൊ അതാണ് കോളാർ KGF, നിലമ്പൂരിന്റെ KGF ആണ് അപ്പുറത്തുള്ള. KGF ആണ് ഇവിടുത്തെ. അപ്പൊ നമ്മളെ ട്രിപ്പിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ നമ്മളെ ഖജാൻജി അമീർ, നമ്മളെ വെല്ലിപ്പ അവർകളെ ക്ഷണിക്കുന്നു. വെല്ലിപ്പ ഞാൻ എന്താ പറയണ്ടേ? അപ്പൊ കാശ് ഒരുപാട് കാലത്തിന് ശേഷം ഞങ്ങൾ ട്രിപ്പ് പോവാണ്. അല്ല കൊറേ ആയില്ലേ നമ്മള് അർബാനയിലൊക്കെ പോയിട്ട്, പിന്നെ എല്ലാരും കിട്ടില്ലല്ലോ. അപ്പം അടിപൊളി ട്രിപ്പ് ആവട്ടെ. എന്ത് ടെൻഷൻ എനിക്ക് പറയുമ്പോ ഒരു ഇത് വരികയാണ്. അല്ല നിങ്ങളടുത്ത് മൈക്കുണ്ടോ? ഞാനെന്ത് പറയാ, സ്വന്തം ക്യാരക്ടർ ഇടും. പിന്നെ അതിങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് കണ്ടാല് പിന്നെ എന്ത് ചെയ്യും. നബീലിന്റെ ഒരു പ്രത്യേകം എന്താ അറിയോ, കഴിഞ്ഞ 2 വ്ളോഗ് തനി സ്വന്തം ക്യാരക്ടർ ഇട്ടു. അതിലെല്ലാവരും കമന്റ് ചെയ്തു ഇക്കു ഇസ് ബാക്ക്, ഇക്കു നമ്മൾ ഇക്കു തിരിച്ചു വന്നു, ഓൾഡ് ഇക്കു വൈബ്സ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ. അപ്പം അങ്ങനെ ക്ലിക്കായി എന്ന് കണ്ടാല് ആൾക്കാർ അംഗീകരിച്ചെന്ന് കണ്ടാൽ എന്ത് ചെയ്യും, ആ നാടൻ ക്യാരക്ടർ ഇട്ടിരിക്കണേവും. ഓ ഞാനിപ്പോ എന്തോന്ന് പറയുക, ഞാൻ എന്ത് സംസാരിക്കും, അയ്യോ ഞാൻ എന്ത് പറയാനാ, അയ്യോ മൈക്കോ ഞാനിത് കണ്ടിട്ടില്ലല്ലോ, അയ്യോ. ഇക്കോ 2 വാക്ക് പറഞ്ഞ ഇനി ഞാൻ കേട്ടോ. ഇനിയിപ്പോ ഇതിമ്മ ചാർജ് ആയിട്ട് ഇക്കോ പോയി കാണുന്നു എന്ത് കേസകളുടെ ഫോണിനെ പറ്റി കൈയോടെ ഇരിക്കാനുള്ള കാരണം എന്താ അറിയോ, മൈക്ക് എടുക്കും. അപ്പൊ
പോണ റൂട്ട് സ്കൂൾ വിടുന്ന ടൈമാണെന്നുള്ളത് നബീലിന് നല്ല അറിയാം. 3:45 അപ്പം ഈ വണ്ടിക്ക് ഇവിടെയൊക്കെ കൂളിംഗ് ഉണ്ടെങ്കിലും ഫ്രണ്ട് ക്ലാസ്സിന് കൂളിംഗ് ഇല്ല കേട്ടോ. അപ്പൊ അവിടെ ഇരുന്നാൽ എന്ത് ചെയ്യും, ശ്രദ്ധിക്കപ്പെടാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്നുള്ളത് നബീലിന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ മമ്പാട് കോളേജിന്റെ അവിടെ കുട്ടികളൊക്കെ ഉള്ള ഒരു ഏരിയ മൈക്ക് കിട്ടിയപ്പോ എങ്ങനെയൊക്കെ നബീലെ 2 വാക്ക് പറയ്. ഇനി സൽമാൻ 2 വാക്ക്. ഇപ്പൊ വാങ്ങിയ സാധനം തിരിഞ്ഞ് അപ്പൊ നല്ലൊരു ട്രിപ്പ് ആവട്ടെ ആശംസിക്കുന്നു. ഔ ഔ ഔ ഔ വയനാടല്ലേ അല്ലേ? അപ്പൊ നമ്മളോട് കണ്ണൂർക്കെന്നാ പറഞ്ഞിട്ട്, പക്ഷെ രാവിലെ ആയപ്പോ ഇത് വയനാടായി. അങ്ങനൊക്കെ പ്ലാൻ ഉണ്ടായിനി. അച്ചുവിന് എന്താണ് ട്രിപ്പിനെ പറ്റി പറയാനുള്ളത്? പൊള്ളിക്കും. കണ്ണൂര് പോവാനാ ഇനി പ്ലാന്. പോവാലോന്ന് കരുതി. ആ കണ്ണൂർ കൂടെ പോണല്ലോ. പോയിട്ട് വയനാട് കൂടെ പോവാലോ ഇനി വിചാരിച്ചില്ല. സൽമാന്റെ ആവേശം. കണ്ണൂര് പയ്യാമ്പലം ബീച്ച് ബീച്ചിലല്ലേ ഞാൻ പറയുമ്പോ ഇനി ഇടക്കിടക്ക് മാസത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഉണ്ടാക്കണം. 2 പ്രാവശ്യം മതി ട്രിപ്പ്. ഇതേമാതിരി ചിന്ന ചിന്ന ട്രിപ്പ്. നിങ്ങളെ പേരാണെന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാ വീക്കെൻഡും ട്രിപ്പും ഒക്കെ റെഡിയാണ്. കുറച്ച് കൂടുതൽ പോയി എല്ലാ വീക്കിലൊക്കെ ഒന്ന് വന്ന് കിട്ടണ എന്ത് പണി അറിയോ? ഈ ബാസിലൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഫുള്ള് വരും എല്ലാത്തിനും. അപ്പൊ ബാസിൽ ഇപ്പൊ എന്താ വെച്ചാല് 3 മാസത്തിന് ലീവ് എടുത്തൊക്കെയാണ്. ലീവ് എടുത്ത് നോക്കുമ്പോ മഴയോട് മഴ. സ്കൂളിൽ കുട്ടികളും ഇല്ല, ടീച്ചർമാരും ഇല്ല, എല്ലാരും ഇല്ല സ്കൂളിൽ ലീവും. അപ്പൊ കഴിഞ്ഞ ഇത്ര മഴ പെയ്തിട്ട് ലീവില്ല പ്രാവശ്യം ഇല്ല. ഇന്നലെ നിങ്ങൾ ഒരുപാട് കൊതിച്ചിരുന്നോ റിനാനെ? എന്തൊക്കെ വണ്ടിന്ന് ചെയ്യണേ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവന്റെ ഒസ്വാസുൽ കന്നാസ് ആണെന്നുള്ള അതിന്റെ ഉദാഹരണം എന്താ അറിയോ? അയ്യോ എത്ര ചോക്ലേറ്റോ പിസ്ത വേണ്ട ഈ കഴിച്ചു. വണ്ടിന്റെ ഉദ്ഘാടനം വാങ്ങിയാട്ടോ. അപ്പം ട്രിപ്പിനെ കുറിച്ച് 2 വാക്ക്. റിനാന്റെ പറയണെന്ന് വെച്ചാൽ റിന ഇട്ട് വന്ന വേറെ ഡ്രസ്സ്, പിന്നെ എന്റെ ആദ്യം ഷർട്ട് ഇട്ടു, അത് മാറ്റി വേറെ എന്നിട്ട് അത് മാറ്റി വേറെ ഷർട്ട് ഇട്ടു. എന്നിട്ട് ലാസ്റ്റ് ഞാനൊരു സത്യം പറഞ്ഞു. റിനാനെ എന്നോട് സത്യം പറയട്ടെ, റിനാന്റെ മുഖത്തേക്ക് ക്യാമറ ഒക്കെ. റിനാനില്ലേ അവിടെ ഉള്ള ഒരുപാട് ഷർട്ടുകൾ മാറ്റി ഇട്ടോക്കിയെങ്കിലും റിന പൊട്ടിക്കണ ഷർട്ട് ഞാൻ 2 ദിവസം തിരുമ്പാതെ ജിമ്മിന് പോയി. ഇന്നലെ ജിമ്മിന് പോയി സ്റ്റീം ബാത്ത് ചെയ്ത് വേർത്ത് കുളിച്ചിട്ടുള്ള ഒരു ഷർട്ടാണ്. പക്ഷെ അങ്ങനെ സ്മെല്ല് ഉണ്ടാവില്ല. അതാണ് എന്റെ ബോഡി. അങ്ങനെ സ്മെല്ല് ഉണ്ടാവില്ല, പക്ഷെ അതിൽ അത്യാവശ്യം വേർപ്പിക്കണം, പക്ഷെ സ്മെല്ല് ഉണ്ടാവില്ല. അല്ല റിനാന്റെ കോമഡി എന്താ വെച്ചാൽ റിനാന് തിരുമ്പിട്ടതൊക്കെ ഇട്ടോക്കിയിട്ട് പറ്റാതെ എന്ത് ചെയ്തു, വേർത്ത് കുളിച്ചു. അതാണ് റിനാന്റെ ഒരു സെലക്ഷൻ. വേർത്ത് കുളിച്ച് 2 ദിവസം ജിമ്മിൽ ഇട്ടിട്ട് തിരുമ്പാതെ വെച്ച സാധനം എന്ത് ചെയ്തു, കറക്റ്റ് എടുത്തിട്ടു. പിന്നെ നെബുവാന്റെ പിടിയുന്ന ഒരു റിങ്, ഒരു വാച്ച്, ചെരുപ്പ് കാണിച്ചെടുത്താ മങ്കു ആൻഡ് മിങ്കുവിന്റെ ചെരുപ്പുകളാണ്ടത്. അപ്പൊ എന്തായാലും നമ്മള് പോവുകയാണ്. നമ്മൾ ഇനി എത്തിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. നബീൽ 2 വാക്ക് പറയും നബീലെ. അന്റെ ഫിർമിക്കൊക്കെ വേണ്ടിയൊക്കെ ഞാനൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് ഡെയിലി. അതായത് ഉണ്ടല്ലോ, നബീലിന്റെ ഒരു ഷോപ്പിന് വേണ്ടിട്ട് ഞാൻ പ്രവർത്തിക്കണം അത്ര പോലും നബീൽ പ്രവർത്തിക്കണില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനവിടെ പോണ്, സ്റ്റോറി ഇടണ്, അവിടെ മറ്റേ ഇന്റീരിയർ ഡിസൈൻ ആളെ ഏൽപ്പിച്ചു കൊടുക്കണ്, എല്ലാ പരിപാടികളും പെട്ടെന്ന് ആക്കി കൊടുത്തിട്ട് ഇവന് നമ്മളൊരു വാക്ക് വരാൻ പറഞ്ഞിട്ട് ഇന്നലെ പട്ടിനെ കൊണ്ടേ കൊടുക്കാൻ വരെ ഞാനാ പോയത്. അങ്ങനെയാണല്ലോ ബിസിനസ് മാർക്കറ്റ് ചെയ്യുന്നത്. പട്ടി കുളി കഴിഞ്ഞ് അനാൻഷ വീട്ടിൽ കൊണ്ടുത്തരും. എന്നിട്ട് പട്ടിനെ കൊണ്ട് പോവല്ലേ നമ്മള് രാത്രി കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അനാൻഷ ഡെലിവറി ചെയ്യാൻ പോവാ. ആലോചിച്ച് നോക്ക് ഞാൻ പോണ റൂട്ട്.
എങ്ങനെങ്കിലും നബീലിന് 4 വർക്ക് ഇട്ടിട്ട് എഴുതിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫർമീഗോ കോഴിക്കോട് കോവൂർ ചേവരമ്പലം ഭാഗത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നബീലെ ഫർമീഗോയിൽ എന്തല്ലേ അങ്ങനെയെങ്കിലും ഞാൻ തൊള്ളന്ന ഇവിടെ വന്നാ ഇത് സേഫ് ആയിട്ടിരുന്ന ഇവിടെ ആ സീറ്റ് ബെൽറ്റ് ഒരിക്കുക വാട്ടർ സർവീസ് ആ ഇവിടെ നബീലും കിട്ടുവാ ആ സീറ്റ് ബെൽറ്റ് ഒരിക്കുക SBK എന്താണിത് ഇതാരടി വളവ് ഇട്ടിക്കണേ അന്നെ കൊണ്ട് ചില്ലറ അലപ്പല്ലോ ഈവനീസേ അതിന്റെ ഇവിടെ നബീലാന്റെ സീറ്റ് അണ്ണൻ വരൂ അണ്ണൻ അപ്പൊ എനിക്കറിയാം അതന്നെ അവിടെ മാറിയപ്പോ അങ്ങനെ ആവുമെന്ന് വിചാരിച്ചു. നബീലും ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാലും മറ്റേ വിട്ടെന്ന് കേറിയാലൊക്കെ നബീൽ തന്നെ ആവും ചർച്ച വിഷയം. പറയൂ എന്തൊക്കെ ഒന്ന് മാറ്റിക്കൂടെ ഒരട്ടക്കില് ആക്കിക്കൂടെ ഇവരൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ട്. ഷോപ്പിന്റെ കാര്യം ചോദിച്ചു കച്ചവടം കിട്ടണേ വേണ്ട. അങ്ങനെ ആളില്ലാതെ വാടക നടക്കാൻ പറ്റാതെ ആകെ അടി പോയി ഷോപ്പ് അടി പോവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ. ഷോപ്പിന്റെ കാര്യങ്ങൾ ഞാൻ കൊറേ വട്ടം പറഞ്ഞേ. അപ്പൊ നമ്മളെ ഷോപ്പില് ബോർഡിങ് ഉണ്ട്. ഞാൻ കൊറേ വട്ടം പറഞ്ഞു പട്ടിനെ കുളിപ്പിച്ചോളൂ. അങ്ങനല്ല അവള് പെറ്റ്സ് ഗ്രൂമിങ് ഉണ്ട്. എങ്ങനെയാണ് മൈക്ക് എങ്ങനെ ഇരിക്കുന്നു അതായത് ബോർഡിങ് ഉണ്ട്, ഗ്രൂമിങ് ഉണ്ട്, പിന്നെ അതുപോലെ പ്രൊഡക്റ്റ് കാര്യങ്ങൾ, ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ ഉള്ളത്. നമ്മള് ഒരു നെയിൽ കട്ടിങ് ഉണ്ട്. തത്തമ്മന്റെ നെയിൽ കട്ടിങ് ഇല്ല. അല്ല നീ കൊണ്ടുവന്ന മണ കട്ട് ചെയ്ത അങ്ങനല്ല അതുണ്ട്. ഓ തത്തമ്മന്റെ ചോദിച്ചത് തത്തമ്മന്റെ ചെയ്തരാം. വേണമെങ്കിൽ ചെയ്യാം. തത്തമ്മനെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാ? നെയിൽ മാത്രം കട്ട് ചെയ്താൽ മതിയോ? അത് ചെയ്താ നബീലിന്റെ ഷോപ്പിൽ എങ്ങനെ വെച്ചാല് തത്തമ്മ എന്ന് പറഞ്ഞാൽ ചെയ്യൂല. സ്റ്റാൻഡേർഡിലുള്ള സാധനങ്ങളാണ് ചെയ്യും. ഒരു താത്ത വന്നിട്ടേ ഏതാ പട്ടി വെച്ച് ആ ചെവി താന്ന വെള്ള പട്ടിയില്ലാറ് അതിൽ അതൊന്നും നമ്മൾ ചെയ്യൂലാറോ ഒഴിവാക്കി. അങ്ങനൊന്നുമില്ല. ലാബ്രഡോറി ചീവറാണോ ചെയ്യാം. എല്ലാ പട്ടിനെയും ചെയ്യണ്ട്. നാടൻ പട്ടിനെ ചെയ്യും. നാടൻ പട്ടിനെ ചെയ്തേക്കണം നമ്മള്. 150 നാടൻ പട്ടികൾ കൊണ്ടുവരാം. രാജപാളയം ചെയ്യും. രാജപാളയം ചെയ്യും. രാജുപാളയോ രാജപാളയം എന്നാ പറഞ്ഞത്. ചെയ്യേ എന്റെ മാർഗോ കുഷറാണ്. ഓൻ പറയട്ടെ അതാണ് നബീലിന്റെ മറ്റേ സൂര്യ ഉണ്ട്. നബീലിന്റെ ഫർമിഗോന്റെ സൂര്യന്റെ വീട്ടില് നമ്മളെ മാർക്കോനെ ട്രെയിനിങ്ങിന് വിട്ടേക്കാണ് ഇപ്പോഴും. അപ്പൊ മാർക്കോ ഒരു സന്യാസത്തിന് പോയേക്കാണ്. സന്യാസ ജീവിതം കഴിഞ്ഞു വരുമ്പോ എന്തായാലും അടിപൊളി ആവുന്നാണ് കരുതുന്നത്. ഇതുവരെ അടിപൊളിയാണ് അല്ലേ? അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മള് വീണ്ടും മൈക്ക് അനാനെ കൈമാറുന്നു. ഈ ബാസിലിനെ പോലുള്ള കേബിള് നീച്ച് പോകല്ലേ ചെന്ന കേബിൾ അറിയുമ്പോ പോണ്. നിങ്ങളെ സുഹൃത്ത് വലയത്തിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ട് എന്തായാലും മസ്റ്റ് ആയിട്ട് വലയത്തിൽ മെൻഷൻ ചെയ്ത് മാനം കെടുത്താന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വന്തമായിട്ട് ചാർജറും കേബിളും ഉണ്ടായിട്ട് അത് കൊണ്ടുവരാതെ ഒരു വൈക്ക് വരും. എന്നിട്ട് ആരാന്റെ കേബിൾ കുത്തി അയക്ക് മാറ്റി കുത്തി മറ്റേ നോർമൽ ടൈക്ക് നോർമൽക്ക് കൊടുത്ത് ലൈറ്റ്നിങ് കുത്തി ലൈറ്റ്നിങ് ഒക്കെ കൊടുത്ത് USB കുത്തി അവസാനം കൊണ്ടെന്നാക്കി പെര പോകുമ്പോ മൊട്ട് വേറെ ഉണ്ടാവും. പൊട്ടിയ വള്ളി ഉണ്ടാവും. ഇന്റെ പെരേന്നുണ്ടല്ലോ വള്ളി പൊട്ടിച്ചാത്ത 3 വള്ളിന്റെയും മറ്റേ പാക്കറ്റ് മാത്രം ഒരു ദിവസം ഇങ്ങനെ കവറിലിട്ടു. അപ്പൊ അത് വള്ളി തിന്നോ ബലി വള്ളി കാണാനല്ല. വല്ലാഹി നീ മൈക്കണ്ടി തുഞ്ചത്തേക്ക് വല്ലാഹി എടാ ഞാൻ എന്തിനാ ലൈറ്റ്നിങ്ങും ഇതും മാറ്റണേ? സിയും മാറ്റണം പറഞ്ഞാ ഇന്റത് സിയാണ് അൻ്റെത് സിയാണ്. അന്റെ നേരെ കൊണ്ട് കുത്തന്റെ ആവശ്യമുള്ളൂ. മുൻകാലഘട്ടങ്ങളിലൊന്നും ഇല്ലല്ല. മുൻകാലഘട്ടോ ഞാനെന്തിനാ മാറ്റി കുത്തണത്? ഇതെന്നത്താ പറയണേ? സൽമാനെ ഇവിടെ വന്നാ നബീൽ ഇത്രയും കാലം ലൈറ്റ്നിങ്ങും സി ഇതുവരെ മാറ്റിട്ട് ഓന്റെ സീറ്റ് ഏത് കാലം എന്റെ അടുത്ത് അല്ല ഊരിയിട്ട് സി ടൈപ്പ് ആയിക്ക് കുത്തലില്ല. അത് ഏത് കാലോ എന്നത്തൊക്കെ പറയണേ? എന്നാ ഇപ്പൊ സി ടൈപ്പ് ഒക്കെ ഉണ്ടായത്? സി ടൈപ്പ് ഉണ്ടായിട്ട് ഇപ്പൊ കൊറേ ആയി. അതിനുണ്ടായിട്ട് 2-3 കൊല്ലമായി സി ടൈപ്പ്. ഇതുവരെ മാറ്റിയിട്ടില്ല. സി ടൈപ്പിന്റെ അടുത്തുണ്ടേ.
എന്റെ ഈ ഫോൺ എത്ര കാലായി അതിന്റെ സീറ്റ് ടൈപ്പ് എടുത്താ അതിന്റെ സീറ്റ് ടൈപ്പ് നബീലിന്റെ ചാർജറെ നോക്കുമ്പോണ്ടല്ലോ ചാർജർ വാങ്ങുമ്പോ ഒരു അയിമൊരു ലെതർ ഒരു സാധനം ഉണ്ടാവില്ല പ്ലാസ്റ്റിക്കിന്റെ ഒട്ട് അതുവരെ പോന്നിട്ടില്ല. എന്താ സംഭവിച്ചു കഴിഞ്ഞാല് അസ്രൂന്റെ 5 ചാർജർ കൊടുത്തു കേബിള് എന്ന് അത് ജോർജിയെന്ന്. അതായത് ഓന് കേബിൾ ഇല്ലാത്തപ്പോ ഞാൻ വാങ്ങിയ കേബിൾ ഓന് കൊടുത്തു. എന്നിട്ട് അസുറിക്ക് പഴയ ഒരു കേബിൾ വന്നു. അത് കേടന്നപ്പോ ഇപ്പൊ അടുത്ത് വാങ്ങിയതാണ് ആ കേബിൾ പുതിയത്. അങ്ങനെ തന്നെയാണ് കേടന്ന കേബിൾ ഒന്നാണോ? അസുർ കേടന്ന കേബിളല്ല, അസുറിന്റെ ഉള്ള കേബിൾ ഒന്നും കണക്ട് ചെയ്തോളി. എന്നിട്ട് എല്ലാം നിങ്ങൾ തെളിയിക്കും. ചാർജർ ഇന്ന് ചാർജർ എടുക്കണോ? ഇതില് ചാർജ് ഉണ്ടോ? ചാർജ് ഉണ്ടായിരുന്നു. ഇതിപ്പം ഈ വാച്ചിൽ അവസാനം ഞാൻ പെരയിലൊന്ന് കേറാൻ എപ്പോഴൊന്ന് കഴിഞ്ഞു പറഞ്ഞു. ഞാൻ പെരത്തുമ്പോ മിഞ്ഞാന്ന് രാത്രി ചാരോട് പറഞ്ഞിട്ടാ പോയത് എന്റെ പെരേക്ക്. പിന്നെ എനിക്ക് പോണ്ടേനി ഷോപ്പോ മറ്റേ രാവിലെ ഡീറ്റെയിൽസ് വിടൂല. ഇന്നലെ അതുകൊണ്ട് പോയോണ്ടെല്ലാം കഴിഞ്ഞു. സ്നേഹം കൊണ്ടല്ലേ? സ്നേഹം കൊണ്ടാട്ടോ, പാവം കണ്ടാട്ടോ, ഇത്ര കാലം സഹിച്ചതാട്ടോ. അപ്പൊ ജോർജിൽ നിന്നും അസറ് ചേരുന്നു. അസറോ ഇജ് എപ്പോഴെങ്കിലും നബീല് ചാർജർ ആയിട്ട് വരുന്നത് ഇജ് കണ്ടുകളോ? അതൊക്കെ പോട്ടെ, അതൊക്കെ സത്യം തന്നെ. ഞാൻ ചോദിക്കണത്, എന്തെങ്കിലും നബീല് സ്വന്തം ചാർജർ ഉപയോഗിച്ച ഒരു ട്രിപ്പിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊണ്ടല്ലുണ്ട്. ഞാൻ പറയട്ടെ, എന്റെ വീട്ടിൽ വരുമ്പോ കൊണ്ടല്ലില്ല. അസർ പറയും എന്താ ജോർജിയ കൊണ്ടില്ലേ? ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ കൊണ്ടുപോയി. പക്ഷെ ജോർജിയിൽ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഒറിജിനൽ ചാർജർ ഞാൻ എടുത്തിട്ട് ഞാൻ കേടന്ന ചാർജർ കൊടുത്തേരി. അത് പോട്ടെ, പക്ഷെ ട്രിപ്പിന് വരുമ്പോ ചാർജർ കൊണ്ടില്ലല്ലോ. അതേപോലെ പെരേക്ക് വരുമ്പോ ചാർജർ കൊണ്ടില്ലല്ലോ. പെരേക്ക് വരുമ്പോ കൊണ്ടില്ല. അത് ഞാൻ പറയട്ടെ, ഞാൻ 2 വട്ടം കൊണ്ടുവന്നു. 2 വട്ടം കേബിൾ പോയി. ഞാൻ പറയട്ടെ, കേബിൾ പോയിന്. അന്റതും പോയോ? ഇന്റത് അവിടുന്ന് പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ കേബിൾ കൊണ്ടല്ലോ. മിനിമം 10 കേബിൾ ഉണ്ടാവും. ഒറ്റ കേബിൾ 10 കേബിൾ എന്തത് കച്ചവടം. ഞാന് അപ്പൊ നമ്മള് കേബിൾ കാറിൽ കയറാൻ പോവാ. അപ്പൊ ജോർജിൽ നിന്ന് അസറോന് എന്താ പറയാനുള്ളത്? അങ്ങോട്ട് പറയാം അസറോ. എന്റെ മൊത്തം വെക്കണെങ്കിൽ ചീത്തത്തും. നമ്മളെ ചാമ്പി നമ്മളിങ്ങോട്ട് പോരാൻ കാലത്തേക്കാണ് ഇവര് ഓരോ വൻ ട്രിപ്പുകൾ ഇടാന്. ട്രിപ്പ് അല്ല, ഞമ്മക്ക് എന്തായാലും വലിയ ട്രിപ്പ് വരാണ്ടല്ലോ. അത് പോയത് അത്രയുള്ളൂ. അനാനെന്താ വെച്ചാല് എനിക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഇന്നെ വിട്ടതാണ്. വലിയ ട്രിപ്പിൽ ഇന്നെ ഇൻക്ലൂഡ് ചെയ്തൊരു ചെറിയ ട്രിപ്പ് നിന്നെ ഒഴിവാക്കി. വലിയ ട്രിപ്പുകൾ വരും. അത് പുതിയ കാരണി വേണം. എന്നത്തെയും പോലെ നമ്മള് ടോപ്പിക്കിൽ പെടൂലെന്ന് കരുതി മുന്നത്തെ സീറ്റിൽ പോയിരുന്നു. അതില് വട്ടോട് വട്ട്, അതില് ഇവിടെ വെട്ടിയപ്പോ പെരുവട്ട്. കൊഴപ്പല്ല അല്ലേ? ആർക്കും കുഴപ്പം? പ്രശ്നമാ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഫിർമിഗോല് വന്നിട്ട് എല്ലാരും പട്ടികളെയും പൂച്ചകളെയും വാങ്ങുക. എന്നിട്ട് ഫിർമിഗോല് വന്നിട്ട് ഗ്രൂം ചെയ്യണമെന്നാണ്. വാങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളതൊക്കെ സെറ്റ് ആക്കി തരും വാങ്ങാനുള്ള ആൾക്കാരെ അല്ലേ. അപ്പൊ നിങ്ങൾ വിൽപ്പന ചരക്കല്ലാന്ന് പറഞ്ഞിട്ട്? വിൽപ്പനല്ല, പക്ഷെ ഞാൻ അങ്ങനെ വിൽക്കണോലെ സെറ്റ് ചെയ്ത് കൊടുക്കും. അല്ല അങ്ങനല്ല, എന്നാലും ചെയ്തു. മദ്യം ഇപ്പൊ വിൽക്കുകയാണെങ്കിലും അത് വിൽക്കുന്ന ആളെടുത്ത് ഒരാൾ എത്തിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? അത് തെറ്റാണ്, പക്ഷെ ഇത് തെറ്റല്ലല്ലോ. ഇത് പൂച്ചയായോണ്ട് തെറ്റല്ല. തെറ്റല്ലേ? ബന്ധം പുതുക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങളെ കളിയുണ്ട് നൈജീരിയനായിട്ട്. നാളെ വേൾഡ് കപ്പ് തലേന്നൊക്കെ കളിക്കുമ്പോ വേൾഡ് കപ്പ് കുറച്ച് അടിപോയ വേൾഡ് കപ്പ്. ആ സ്റ്റേഡിയം കണ്ട അർജന്റീനന്റെ കളി നടന്ന സ്റ്റേഡിയം തോട് മരിണ്ടെങ്കിൽ അലമ്പ് സ്റ്റേഡിയം. അതിനൊക്കെ ലാസ്റ്റ് വേൾഡ് കപ്പ് ഞാൻ പറഞ്ഞ ബ്രസീലത്തെ സ്റ്റേഡിയങ്ങള്, റഷ്യത്തെ സ്റ്റേഡിയങ്ങള്, ഖത്തറത്തെ സ്റ്റേഡിയങ്ങള്. ഖത്തറാണ് എനിക്ക് തോന്നുന്നത് ഇതിനും വേണ്ടി പണിയെടുത്തു. അതായത് ഓല് എന്നോട് ചോദിച്ചോ ചുമ്പാ വിഷയം വേൾഡ് കപ്പായി. അപ്പം നബീലിനോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, നബീലിനോട് എന്താ പറയാനുള്ളത്? അപ്പൊ വേൾഡ് കപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, കഴിഞ്ഞ കൊല്ലത്തെ 14ത്തെ സ്റ്റേഡിയം അടിപൊളി. ഇനി
ബ്രസീല്, 18 റഷ്യ അടിപൊളിയാണ്, 22 ഖത്തർ അടിപൊളിയാണ്. പക്ഷെങ്കിൽ എനിക്ക് ഈ ഇപ്പൊ നടക്കുന്ന മാച്ചസ് ഒപ്പം അവിടുത്തെ കണ്ട സ്റ്റേഡിയം ഒന്ന് കണ്ടിട്ട് മൊത്തത്തില് ഈ കവലയിൽ ഇത് ആദ്യ എന്ത് അതേമാതിരി സ്വിറ്റ്സർലൻഡ് കട്ടാക്കി വിട്ടൂലേ. എന്താ കണ്ടില്ലേ? ഞാൻ അവളോട് പറയാം. അസറെന്തോ പറയണ്ട് ബ്രസീലിനെ പറ്റിയാവും. സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിച്ചാ ഞാൻ ബ്രസീലടാ മുത്തേ. നെയ്മർ, വിനീഷ്യസ്, പിന്നാരേനു ഒക്കെ പണ്ടത്തെ പുലു പഴയ ആൾക്കാരെ പേരൊക്കെ പറയാൻ പറ്റുമോ? റോബിഞ്ഞോ, എന്നാ അത് മതി. രണ്ടാൾക്കാര് കസാമിറോ, അതൊന്നും വേണ്ട, നിങ്ങൾ വേണം, ഒന്നും വേണ്ട. ഫാബിയാനോ, അഡ്രിയാനോ. ഞാൻ പറയട്ടെ, ആ സംഭവം എന്താ അറിയോ? ഇവൻ വന്നാണ്ട് പറഞ്ഞു നമുക്ക് ഇതെടുക്കാറ് ഓല് മറ്റേ ഷർട്ട് പറ്റില്ലല്ലോ വണ്ടർലയില്. അപ്പൊ പറ്റണ എന്താ വെച്ച് കഴിഞ്ഞാല് ഇതാണ് പോളിസ്റ്ററിന്റെ സാധനം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ജെയ്സി ഇടാറുണ്ട്. ഇവനോട് അർഷിനോട് അർജന്റീന എടുക്കാറുണ്ട്. അർഷി അർജന്റീനയല്ല, ഞാൻ ആണോ എന്നായിക്കോട്ടെ, എന്നാ ഓക്കെ. പക്ഷെ നമ്മളങ്ങനെ ടീം തോന്നുന്നു. ഞാനും ബ്രസീലായിരുന്നു. അപ്പൊ ഇവൻ പറഞ്ഞു ബ്രസീൽ എടുക്കണ്ട, ഓൻ ബ്രസീൽ അല്ലല്ല തേങ്ങയാണ് പോടാടുന്ന്. ഞാൻ എപ്പോഴാ ക്രിസ്ത്യാനോന്റെ ആളായി. കൂടുതൽ തെളിവുകൾ വെളിപ്പെടുത്തും ഇങ്ങനെയാണെങ്കിൽ. അല്ലല്ല അതാ ഗ്രൂപ്പിലിടുകയാണ്. അതിലെപ്പോഴാ ഞങ്ങൾ അത് പറഞ്ഞേ? അല്ല ഞാനെപ്പോഴാ ചാർജർ എടുത്തത്? ഞാൻ ചാർജർ എടുത്ത് എന്റെ ഓർമ്മയിലേ ഇല്ല. ആടാ ഇല്ല, ഞങ്ങളൊക്കെ ഓർമ്മ, എന്തായാലും ഞങ്ങളൊക്കെ ഓർമ്മയിൽ അതുണ്ട്. നമ്മളെ ഗ്രൂപ്പാണ്. ആദ്യം വീഡിയോ പ്ലേ ചെയ്ത് ഒന്ന് കാണാം. ഈ വീഡിയോ മനസ്സിലായി. മെസ്സി ആയാ മതി, അതായത് ഇവര് ക്രിസ്ത്യാനോ ആയാൽ മതി, ഇവര് മെസ്സി ആയാൽ മതി. ടീമത്തെ ആൾക്കാർ പേരോ ടീമത്തെ ആൾക്കാര് എന്തൊക്കെയാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യലേ? അജ് കോഹ്ലിനെ സപ്പോർട്ട് ചെയ്യണില്ല, ഇത് ശുഭ്മൻ ഗില്ലിനെ സപ്പോർട്ട് ചെയ്യണില്ല, മെസ്സിനെ സപ്പോർട്ട് ചെയ്യണില്ല, റൊണാൾഡോനെ സപ്പോർട്ട് ചെയ്യണില്ല. ഞാൻ അങ്ങനെ കളി കണ്ടിരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആരെങ്കിലും സപ്പോർട്ട് ചെയ്തുകൂടാ? വേൾഡ് കപ്പിൽ നമ്മള് സപ്പോർട്ട് ചെയ്യും, ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നു. കളിയൊക്കെ കാണും, അതല്ലേ ഉള്ളൂ. ലാസ്റ്റ് നിങ്ങളെ വേൾഡ് കപ്പിൽ കണ്ടൊരു കളി? ലാസ്റ്റ് നമ്മൾ അർജന്റീന ഫൈനൽ ജയിച്ച കളി കണ്ടു. ഫൈനലിൽ അർജന്റീനക്കെതിരെ വന്ന രണ്ടാമത്തെ ഗോൾ ഫ്രാൻസ്. അതൊന്നും എനിക്ക് അറിയില്ല, ചെന്ന് പോയി കാടുന്നു. എംബപ്പെ ആരേനു? പിന്നെ കോളംബുവാനി, പിന്നെ എന്തിനാ എനിക്ക് ഓർമ്മയില്ല. ആദ്യത്തെ ഗോൾട്ടാരാ? അതൊക്കെ 4 കൊല്ലം മുന്നത്തെ അല്ലേ, ഞാൻ മറന്നു. അർജന്റീനയുടെ വിജയ ഗോൾ നേടിയ താരം സ്കിപ്പായി. അർജന്റീനക്ക് എത്ര വേൾഡ് കപ്പ് കിട്ടിക്കണ്? 2 മൂന്നാമത്തെ ബ്രസീൽ എത്ര ഉണ്ട്? വർഷം പറയും. അല്ല, ഒരു ബ്രസീലുകാരന് ഏതൊക്കെ വർഷം എന്ന് അറിയണം. 2000 ആദ്യത്തെ പറയും. സ്കൂൾ വിട്ട് കുട്ടികള് എവിടെയും ചവിട്ടിയാലോ സ്കൂൾ കുട്ടികളുടെ അടുത്ത്? 2002 ഫസ്റ്റ് 58, അന്ന് ഞാൻ ജനിച്ചിട്ടുള്ളൂ. പിന്നെ 64, പിന്നെ 70, പിന്നെ 94, പിന്നെ 2002. PSC ജേതാവാണ് കേട്ടോ. അതായത് ഞങ്ങളെ PSC പരീക്ഷകൾക്ക് മൊത്തം ഒരുങ്ങിയിട്ട് എല്ലാ പരീക്ഷയും തോറ്റു തിന്നാൻ പാടി നമ്മളെ സ്വന്തം സുഹൃത്താണ് ബാസില്. പോർച്ചുഗലില് വേൾഡ് കപ്പ് ബാസിൽ മാറും. ഫാത്തിമ ബാസില.
അതെങ്ങനെ അവിടെ ഓൻ പറഞ്ഞു ആൺകുട്ടിയാണെന്ന് പറഞ്ഞേ. ആൺകുട്ടികളെ മാതിരി പറയുന്ന അല്ലല്ല മാറ്റി മാറ്റി റെക്കോർഡറാണ്. അന്റെ ടീമിന്റെ ക്യാപ്റ്റൻ ആരാ? എജ്ജത് പൊയ്ക്ക ചക്ക. കോൺഫിഡൻസിന് ഒരു കുറവില്ല. അതൊക്കെ പറഞ്ഞു അന്റെ ടീമിന്റെ ക്യാപ്റ്റൻ പിന്നെ പോയിക്കടാ. ശരി എടാ ഈ വേൾഡ് കപ്പ് നടക്കണ രാജ്യം ഏതാ? അമേരിക്ക എവിടേക്കാണ് പറയും അതോ എനിക്കറിയില്ല. അല്ലല്ല 3 കൺട്രിയിലാ നടക്കണേ. അവിടെ ബേസിക് അമേരിക്കയിലേ നടക്കുള്ളൂ. അമേരിക്ക എനിക്കറിയില്ല. അമേരിക്കന്റെ അടുത്തുള്ള രാജ്യങ്ങളെങ്കിലും കാനഡ. അർഷൊക്കെ പ്രാവശ്യം പോകണ്ടേ? കാനഡ. ഓന് പോവാൻ ഈസി ആണെന്ന് പറഞ്ഞേ. എന്തുകൊണ്ടാവും? അമേരിക്കയും. ഓ സൗത്ത് ആഫ്രിക്ക ആയോണ്ടാവോ? എനിക്കറിയൊന്നുമില്ല. നാളെ കളി തുടങ്ങാണ്. ഫസ്റ്റത്തെ കളി ആരൊക്കെ പറഞ്ഞ ഉദ്ഘാടന മത്സരം അതറിയട്ടോ. ഫെർമിഗോൻ എന്തൊക്കെ ചെയ്യുന്ന കളിയെ കുറിച്ച് അറിവിട്ടത് ഞാൻ പറയില്ല. അതെനിക്കില്ല. അപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാ വെച്ചോ? പറയണെന്ന് വെച്ചാല് ബ്രസീൽ ഈ വേൾഡ് കപ്പിൽ പൊട്ടിക്കഴിഞ്ഞ നബീലിന്റെ മീശന്റെ നബീൽ അങ്ങനെ പറയണേ ഇല്ല. നബീലൊരു തീവ്ര ബ്രസീൽ ആരാധകനാണ്. അഥവാ ബ്രസീൽ ഈ വേൾഡ് കപ്പിൽ പൊട്ടിക്കഴിഞ്ഞാല് ഇവിടുന്ന് ഇങ്ങോട്ട് പകുതിയും ഇവിടുന്ന് ഇങ്ങോട്ട് പകുതിയും നബീൽ എന്ത് ചെയ്തു? ഷേവ് എന്നാണ് പറഞ്ഞത്. എന്നാ റിനാ ചെയ്തോളൂ. പക്ഷെ ഒരിക്കലും പൊട്ടൂല. എന്നാ റിനാ ചെയ്തോളൂ. ബ്രസീൽ കപ്പടിച്ചിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാ? ഞാൻ പറയട്ടെ, പലവർക്കും ഒരു ഇതുണ്ട്. ഞങ്ങളെ നിങ്ങൾക്ക് ഒരു ടീം പോരാ, മിഡ്ഫീൽഡേഴ്സ് പോരാ. ആർക്കും അതില്ല. ആർക്കും അതുള്ളത്. നല്ല ടീമുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ പറഞ്ഞതാ, നമ്മള് മാർക്കിനസ് കോഴിക്കോടത്തെ ക്യാപ്റ്റൻ മാർക്കിനസ്. പിന്നെ മുന്നേക്ക് എനിക്ക് നല്ല കളിക്കാൻ ആഗ്രഹം തോന്നിയ പ്ലേയേഴ്സ് വിനി, അതേപോലെ ആന്റണി, പിന്നെ നെയ്മറിനെ കിട്ടും. നെയ്മർ ഫസ്റ്റിലാവണമെന്നും ഉണ്ടാവില്ല, കാരണം പരിക്കും ഉണ്ടാവില്ല. പിന്നെ റാഫിന് വേണം. റാഫിക്ക വേണമെന്നൊക്കെ. ബ്ലാസ്റ്റേഴ്സിൽ ഫുള്ള് റാഫിക്കനെ കുഴപ്പമില്ലാത്ത പ്ലെയറാണ്. അതേമാതിരി ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഏതോ മാസിക വായിച്ചിട്ടുണ്ടോ? കീപ്പർ എഡ്രസനോ അല്ലെങ്കിൽ അലിസണോ ഫസ്റ്റിലാണ്. പിന്നെ എന്താ വെച്ചാ അങ്ങനെ മൊത്തത്തിൽ പ്ലേസിന്റെ പേര് അറിയുന്നില്ലെങ്കിലും അറിയാം, ബേസിക് നോളജ് അറിയാം. ബാക്കിൽ മാർക്കിനസ്, അതേപോലെ ഞാൻ പറഞ്ഞ എനിക്കറിയാം. ഞാൻ പറയട്ടെ, എനിക്ക് അങ്ങനല്ല, ഒന്ന് മറന്നതാണ്. ആരവത്തില് തുടങ്ങി. അതായത് മാസികന്റെ ഫസ്റ്റ് ഭാഗം മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഫ്രണ്ടില് വിനിയുണ്ട്, റാഫിഞ്ഞ ഉണ്ട്, പിന്നെ നെയ്മർ ഫസ്റ്റ് ലെവലില് ചിലപ്പോ ഉണ്ടാവില്ല. മറ്റേ ബനാണുള്ള ആൻസലോട്ടി. ഇവിടെ നിങ്ങളുടെ ഫിഫ മഞ്ചേരിന്റെ 11 ഇടുന്ന പോലെയാണ് പോലെ ഇവിടെ പറയുന്നുണ്ടല്ലോ. നെയ്മറിനെ ചിലപ്പോഴേ കളിപ്പിക്കുള്ളൂ. എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല് കൂടുതലൊന്നും തമ്മിൽ തല്ലണ്ട. കാരണം ഈ ആരവങ്ങളോ ആഘോഷങ്ങളോ ഒക്കെ അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നെയ്മർ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നെയ്മറിനെ എത്ര സ്നേഹിക്കണ പോലെ ബ്രസീലുകാർ ഇനി വിനീഷ്യസിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നോ അല്ലെങ്കിൽ റാഫിഞ്ഞനെ പൊക്കിക്കൊണ്ട് നടക്കുന്നോ എനിക്ക് തോന്നണില്ല. മെസ്സിനെ അർജന്റീനക്കാർ സ്നേഹിക്കണ പോലെ ഇനിയിപ്പോ ഒരു അൽവാരസിനെ അല്ലെങ്കിൽ ഇപ്പൊ ആരല്ലേ ലൗത്താരോ ലൗത്താരോ മാർട്ടിനസ് അല്ലെങ്കിൽ ഇപ്പൊ ഡൈബാല ഇപ്പൊ ഇവലൊക്കെ ആരെങ്കിലും പൊക്കിക്കൊണ്ടിച്ചിട്ട് ഡീപോളൊക്കെ ബാക്കല്ലേ ഇവലൊക്കെ പൊക്കി പൊളിച്ചു അല്ല സ്കോർ ചെയ്യണ പ്ലേയേഴ്സിന് ഓലെ കൊണ്ടെടുക്കുന്നോ. ഇനിയിപ്പോ പോർച്ചുഗലുകാര് റൊണാൾഡോനല്ലാതെ ബ്രൂണോനെ അല്ലെങ്കിൽ റൂബൻ ഡിയാസിനൊക്കെ പിന്നെ നമ്മളെ കളി നോക്കും. ഞാനൊക്കെ റൊണാൾഡോനെ കണ്ട് പോർച്ചുഗലാട്ടോ. ഇപ്പൊ ഇപ്പൊ ഞമ്മള് നമുക്ക് വേറെ ടീമിനോട് യോജിക്കാൻ കഴിയില്ല. നമ്മളെ ഒന്നും പറയുക. അപ്പൊ പിന്നെ പോർച്ചുഗലായോ? മനു പറങ്കി നമ്മള് പണ്ട് മുതലേ റൊണാൾഡോനെ ഇഷ്ടപ്പെട്ടാണ് പോർച്ചുഗൽ ഇഷ്ടപ്പെട്ടാണ്. ഇപ്പൊ സച്ചിനെ ഇഷ്ടമുള്ള ടൈമിൽ ഞാൻ മുംബൈ ഇന്ത്യൻസ് ആയി. പിന്നെ സച്ചിനായി ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മള് കോഹ്ലിനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തായത് ബാംഗ്ലൂരിന്റെ ഒപ്പം നിൽക്കാൻ തുടങ്ങിയത്. എത്ര വർഷം സച്ചിൻ ഏത് ടീം അറിയോ? സച്ചിൻ വേൾഡ് കപ്പ് കളിച്ചിട്ടിരിക്കണോ? ഞാനും മുംബൈ ഇന്ത്യൻസ്. സച്ചിൻ വേൾഡ് കപ്പ് കളിച്ചിരിക്കണ്.
അതല്ല പറഞ്ഞത്. സച്ചിന് കിട്ടിയ വേൾഡ് കപ്പ് ഏത് കൊല്ല? സച്ചിൻ എത്ര സെഞ്ചുറി ഉണ്ട്? ഇജ്ജത് പൊയ്ക്കാ. എന്താണ് സച്ചിൻ എന്താ ഖേൽരത്നുള്ള ഒരേ ഒരാളല്ലേ? ഇത് ഭാരതരത്ന, ഭാരതരത്ന, ഖേൽരത്ന, പത്മഭൂഷണോ? ഏറ്റവും വലുത് ഭാരതരത്നല്ലേ? ആ അല്ല, എയർപോർട്ടിൽ ചെക്കിംഗ് ഇല്ലാത്ത അത്. എടാ, ഇന്ത്യന്റെ എല്ലാ ഔദ്യോഗിക പരമോന്നത ബഹുമതികളും നേടിയിട്ടുള്ള ഒരു ക്രിക്കറ്റ് താരത്തിന്റെ അവസാന വേൾഡ് കപ്പ് എന്നതിനൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റണില്ലെങ്കിൽ ഈ മിച്ചറാണ്ട് തിന്നോളാം. ബ്രസീലാണ് ഇതിൽ കയറാ, അർജന്റീനക്കാർ അതിലെ കയറാ. നിലമ്പൂരാണ് ഞങ്ങളെ. അപ്പൊ നിലമ്പൂരിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലസ്ക് വരുന്നത് കേട്ടോ. മുണ്ട ഭാഗത്താണ്. മിച്ചറ് ഫുള്ള് മേത്താക്കി. ആരാ കിട്ടില്ല ടീമ്? സ്പെയിനത്തെ ഗോൾ കീപ്പറെ പേര് നമ്മളെ ഇവരല്ലേ എമിലിയാനോ മാർട്ടിനസ്? അല്ല, എമിലിയാനോ അല്ല, ആടാ. ആ സ്പെയിനത്തെ ഗോൾ കീപ്പറോ? അത് നന്നായി. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് അരീക്കോട് ഭാഗത്തെത്തി. അപ്പൊ നമ്മളിന്ന് വേൾഡ് കപ്പ് ചർച്ച, വരം കൂടിയ വേൾഡ് കപ്പ് ചർച്ചകൾക്കിടയിലൂടെ നമ്മൾ വയനാട്ടിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചിക്കൻ്റെ ശരിനെ വിളിച്ച് പറഞ്ഞു കേട്ടോ. എന്ത് എന്താ ഇതാ എടാ, പോർച്ചുഗൽ. ഇയാള് ഏതാ രാജ്യം? നമ്മളെ വെട്ടിപ്പിടിച്ചേ പോർച്ചുഗീസുകാർ പണ്ട് ഇവിടെ വന്നില്ലേ? ചിക്കൻ എത്ര ചിക്കന്? 1 2 3 4 5 6 7 8 9 10 11 12 പീസ്. അമലേട്ടനടക്കം 12ഉം ഒരു 16 പീസ്, 17 പീസ് വന്നു. 15 തീറ്റ. 16 പീസ് നമ്മളെ പോലല്ല. നബീലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ. 16 പീസ് അല്ലേ? ക്രിസ്ത്യാനോക്ക് ഉച്ചക്ക് മെസ്സേജ് അയച്ചിട്ടോ, ഓൾ ദ ബെസ്റ്റ്. 11 അപ്പൊ ഇത് നോക്കിട്ടാവും മോട്ടറായി കണ്ട് റൊണാൾഡോ ഇറങ്ങട്ടോ. എല്ലാ കളിക്കും നമ്മളെ അടുത്താണ് സാധനം പോകുന്നത്. എന്താ ചെയ്യാ, റൊണാൾഡോ ഇത് കണ്ട് ഊർജ്ജം കയറിയിട്ടാണ് കളിക്കണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രോട്ടീൻ 2-3 പീസ് ചിലപ്പോ വെറുതെ ഇങ്ങനെ റൊണാൾഡോ ഫോണിൽ കളിച്ചിട്ട് 18 മെസ്സേജ് എടുത്തോ. ഫസ്റ്റ് നമ്മളെ മെസ്സേജ് ഉണ്ടല്ലോ, 20 പീസ് ഇട്ടോ. നിങ്ങളൊക്കെ ഇല്ലാടെ 18 പീസൊക്കെ മതിയാവും. 4 കോഴി അല്ലെ 5 കോഴി, 4-5 കോഴി മതിയെന്ന് നോക്കിയാ. റൊണാൾഡോ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫോണിൽ ഇങ്ങനെ കളിച്ച് മെസ്സേജ് വെറുതെ എടുത്തോക്കാൻ തോന്നി. എടുത്തോക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മള് മെസ്സേജ് ഫസ്റ്റ് നമ്മളെ തുറക്കാൻ തോന്നിയാലോ. ഞാൻ പറയട്ടെ, അവിടെ ഒരു സെക്കൻഡ് പോലും റൊണാൾഡോന് ഒരു മില്ലി സെക്കൻഡ് പോലും ഒരു മെസ്സേജ് നിക്കൂല. ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു മിനിമം ഒരു 1,00,000 മെസ്സേജ് ഒരു ടൈമില് സ്വൈപ്പായി പോകണമെന്ന് എനിക്ക് തോന്നുന്നു. മിനിമം 1,00,000 സ്വൈപ്പ് ആവുണ്ടാവും. പ്രതീക്ഷിക്കണം എന്താ വെച്ചാൽ എന്തെങ്കിലും അയക്കുമ്പോ മൂപ്പരുടെ മെസ്സേജ് അത് തുറക്കലും ഇന്റെ കാണുമ്പോ അങ്ങനെ തുറന്നാലോ ആ ഒരു പ്രതീക്ഷ. ഒരു ലൈക്ക് കിട്ടിയാ മതി ഇതിന്. എന്തേ തുറന്നാൽ ഭാഗ്യം. അപ്പൊ അരീക്കോടാണ് ഇപ്പൊ നമ്മളുള്ളത്. അരീക്കോട് എന്നോട് 1 മണിക്ക് അരീക്കോട് നിന്നപ്പോ വരാറല്ലേ? ഞാൻ ബുദ്ധി കളിച്ചു. ഇന്നലെ എപ്പോഴാ പോകുമ്പോ രാവിലെ 10 മണി ഞാൻ ഉറപ്പിച്ചു. അപ്പൊ ഞാൻ എന്തേത് ഉച്ചക്ക് ഒരു 12 മണിയൊക്കെ വിളിച്ചു. 4:30 എത്തിയാ മതി. അതല്ല, ഇതൊക്കെ കേറിയാ മതി. ഞാന് രാത്രി 10 മണിക്ക് വരുന്ന 9 മണിക്ക് പോവും, 5 മണിക്ക് പോകുന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു. വെയിറ്റിംഗ് പോയില്ലപ്പൊ പോണില്ലേ? ഈ സമയത്ത് ഇതുവരെ എന്തേലും പണി വീട്ടില്? വീട്ടിലല്ല, ഷോപ്പിൽ പോയിനു. ഷോപ്പ് വണ്ടിയിലുണ്ടായി. അപ്പൊ അരീക്കോട് സ്വദേശികൾ ഉണ്ടായി കമന്റ് ചെയ്യാ. പ്ലീസ് ടു കമന്റ്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് താമരശ്ശേരി വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത്, പല സബ്ജക്റ്റുകളിലും ഇന്റതല്ലാത്ത അക്കൗണ്ടുകൾ അത് ഓഫ് ചെയ്യടാ. ഇന്റത് നമ്മള് കമന്റ് ഇട്ടാ നമ്മളോട് പറയും. അതായത് ഇന്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയാനുള്ളത്,
എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ എന്തായാലും ഒരു കോൺട്രവേഴ്സി സബ്ജക്റ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൻ്റെ ഇടയിലോ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ട് എന്തായാലും ഞാൻ കമൻറ്റ് ഇടില്ല. കാരണം എനിക്കിതിൽ എന്ത് സംഭവം വന്നാലും എൻ്റെ സാധനങ്ങൾ വന്നാൽ പോലും ഞാൻ കമൻറ്റ് ചെയ്യാൻ പോകില്ല. പിന്നെ കാര്യങ്ങളാണെങ്കിൽ കൂടി ഞാൻ കമൻറ്റ് ചെയ്യാൻ പോകില്ല. അപ്പോൾ ഞാൻ ആരാൻ്റെ ഒരു വിഷയത്തിൽ ഞാൻ സബ്ജക്റ്റിൽ ഞാൻ സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പല സംഭവങ്ങളും എൻ്റെ അതേ DP വെച്ചിട്ട് എൻ്റെ അതേപോലത്തെ യൂസർ നെയിം. ഈ യൂട്യൂബിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഒരേപോലത്തെ യൂസർ നെയിം വല്ലാതെ ഉണ്ടാക്കാൻ പറ്റില്ല, പണി കിട്ടും. പക്ഷേ യൂട്യൂബിൽ എത്ര കണ്ട് അടിച്ചു വിടാൻ പറ്റും. അപ്പം ഈ യൂട്യൂബിൽ നമ്മൾ അതേപോലത്തെ യൂസർ നെയിം എടുത്തിട്ട് അവിടെ ഇവിടെയും കമൻറ്റിൽ പോയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറയണം. നമ്മളത് DP വെച്ച് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഓഡിയൻസ് അത് കണ്ടിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. എപ്പോഴും നോക്കണം. ലൈക്ക് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അക്കൗണ്ട് അല്ല എന്നുള്ളത്. അതിൻ്റെ നമ്മൾ ഈ ഇത്രയും വ്ളോഗൊക്കെ ആ ഫീൽഡിൽ ഉണ്ടെങ്കിൽ അത് എൻ്റെ അക്കൗണ്ട് ആവുള്ളൂ. പിന്നെ എൻ്റെ കമൻറ്റ് കയറിപ്പോയാൽ നമ്മൾ ഈ കൂട്ടത്തിലുള്ള ആൾക്കാരെ വ്ളോഗിൽ വരും എന്നല്ലാതെ അത് വിട്ടിട്ട് എൻ്റെ കമൻറ്റൊന്നും എവിടെയും പോകില്ല. അപ്പോൾ ഞങ്ങൾ കുട്ടികളെ ഇതിലും നമ്മളെ കമൻറ്റും കാര്യങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ പാട്ടിലുണ്ടാവും, പാട്ട് പരിപാടികളിലുണ്ടാവും, നമ്മളെ എന്തെങ്കിലും നല്ല നല്ല കണ്ടന്റിൽ അതിലൊക്കെ നമ്മളെ കമൻറ്റ് ഉണ്ടാവും. പക്ഷെ അല്ലാത്തതിലും നമ്മളെ കമൻസ് കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നലെ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇനി അവിടെ ഇവിടെ നിങ്ങളെ കമൻറ്റ് കണ്ടല്ലോ, ഇത് കണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളതിൽ മിനിമം അതിൽ ക്ലിക്ക് ചെയ്യാനുള്ള ബുദ്ധി നിങ്ങളെ സൈഡിൽ നിന്ന് കാണിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. എൻ്റെ കമൻസ് അല്ല, എൻ്റെ DP വെച്ചാൽ ഞാനാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഇതൊക്കെ തടയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ ദുബായിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ ഒരേപോലത്തെ ക്യാരക്ടർ ഫേക്ക് ചെയ്താൽ അവിടെ വലിയ വലിയ കേസുകളാണ്. ഒരാളായി നടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ UAE-ലൊക്കെ നമുക്ക് വലിയ കേസ് കൊടുക്കാൻ പറ്റും, ഒരാളെ ഐഡൻറ്റിറ്റി നശിപ്പിക്കണമെങ്കിൽ. പക്ഷേ നമ്മളെ നാട്ടിലൊക്കെ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഒരേപോലത്തെ ഐഡൻറ്റിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ അതൊക്കെ ആയി വരണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ സമയമെടുക്കും. അപ്പം അതിൻ്റെ പിന്നാലെ നടക്കാനൊന്നും എന്തായാലും സമയമില്ല. അപ്പോൾ ഞങ്ങൾ താമരശ്ശേരി വഴി അരീക്കോട് പാലത്തിലൂടെ യാത്ര ആരംഭിക്കുകയാണ്. നമ്മുടെ ഇടത് ഭാഗത്ത് നമുക്ക് അരീക്കോട് ഈ പോയിന്റ് പേരെന്താ, ഇലവയഞ്ഞിപ്പുഴ നമുക്ക് കാണാൻ പറ്റും. അരീക്കോടിൻ്റെ സ്വന്തം ഇലവയഞ്ഞിപ്പുഴ. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി വയനാട് പോണ റൂട്ടിൽ എവിടെയെങ്കിലും ഒരു ചായക്കൊരു സ്റ്റോപ്പ് ഉണ്ട് അല്ലേ, ഒരു ചായ സ്റ്റോപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരു ചായ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അവിടുത്തെ വിശേഷങ്ങളും കണ്ടിട്ട് നമ്മൾ ഈ വ്ളോഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ റമീമിൻ്റെ ഷോപ്പിൻ്റെ മുന്നിലൂടെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. അപ്പോൾ നാടാന്തരം മാഷാ അല്ലാ നമ്മളെ ഫ്ലസ്ക് കണ്ടോളിയും. സുഹൃത്തുക്കളെ യാത്ര ജസ്റ്റ് ആരംഭിച്ചിട്ടുള്ളൂ. എന്തായാലും നമുക്ക് പോണ വഴിക്ക് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പോണ യാത്ര തന്നെ ഫുൾ ചില്ലാണ്. ഇന്നെല്ലാവരും നല്ലൊരു കിടിലൻ ട്രിപ്പാണ് നമ്മൾ മുന്നിൽ വരാൻ കിടക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ തന്നെ SBK ഒക്കെ ഫുൾ ഓണായി. ട്രിപ്പ് പോണ വരെ ഓൻ്റെയൊക്കെ തോള 100 ഇനി. അപ്പോൾ എന്താ വെച്ചാൽ ട്രിപ്പ് പോയപ്പോൾ തന്നെ മാക്സിമം ഫുൾ ഓണായിക്കണം SBK ഒക്കെ. പിന്നെ അപ്പുറത്ത് ആരുടെ ഓണായത്, ജിമ്മി ഫുൾ ഓണായി. നല്ല ഓണായ ട്രിപ്പാണ് നമ്മൾ പോകുന്നത്. സൽമാൻ ഇതാ ഓണായിക്കണം ഫുള്ള്. സൽമാൻ ഓണായി, സൽമാൻ ഫുൾ ഓണായി. അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വ്ളോഗ് ഇഷ്ടമാണ് മസ്റ്റ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ.